ഹായ് ഓൾ, ഐ+ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമനായാലയുടെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമുക്ക് കുറച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, എന്താ ഈ ഗ്രാമനായാല ആക്ട്, അവിടെ ആരെയാണ് ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി നമുക്ക് എളുപ്പം ഇത് പോകാവുന്നതേ ഉള്ളൂ. പവേഴ്സ് ഓഫ് ക്രിമിനൽ കോഡ്സ് ഫോർ ക്രിമിനൽ മാറ്റേഴ്സ്. അതായത് ഗ്രാമനായാലയെ സിവിലും ക്രിമിനലും നോക്കുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ ഒരു ക്രിമിനൽ കോടതിയുടെ പവർ എന്നുള്ളതാണ്. ഫോർ ക്രിമിനൽ മാറ്റേഴ്സ് ദ ഗ്രാമനായാലയ എക്സസൈസസ് പവേഴ്സ് ഇക്വലന്റ് ടു എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. ആദ്യം തന്നെ പറഞ്ഞു ഈ ന്യായാധികാരിക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞു. സോ അക്കോർഡിംഗ്ലി ഇറ്റ് മേ ടേക്ക് കോഗ്നൈസൻസ്. കോഗ്നൈസൻസ് എന്താ? ഒരു കോടതി ഒരു കേസിനെ കേൾക്കാൻ തയ്യാറാകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പവർ ടു ഹിയർ എന്നുള്ളതാണ്. കോഗ്നൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പല ഇൻ്റർവ്യൂകളിലൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് ഈ കോഗ്നൈസൻസ് എടുക്കുന്നത്, എന്താ മനസ്സിലാകുന്നത്? ദ കോർട്ട് മേ ട്രൈ ദ മാറ്റർ. ഇത്രേ ഉള്ളൂ. അതായത് കോടതിക്ക് മാറ്റർ ട്രൈ ചെയ്യാനുള്ള ആ ഒരു അധികാരം, ദ പവർ ഓഫ് ദി കോർട്ട് ടു ട്രൈ ദ മാറ്റർ. അത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു സംഭവത്തിൽ ഇത് കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലൈൻറ്റ് പല സാധനങ്ങളും ഇതിനകത്ത് വലിച്ചഴിക്കും. ആവശ്യമില്ലാത്ത ഒരു സാധനം നമുക്ക് ഇൻ്റർവ്യൂവിനും കൂടെ ഒക്കെ ചേർത്ത് വേണം പഠിക്കാനായിട്ട്. നമ്മളിപ്പോൾ എക്സാം എഴുതുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂവിലോട്ട് പോകും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ അക്കോർഡിംഗ്ലി ഇറ്റ് മേ ടേക്ക് കോഗ്നൈസൻസ്. മനസ്സിലായല്ലോ? കണ്ടക്ട് ട്രയൽസ്. എന്താ? അവർക്ക് ട്രയൽ നടത്താൻ പറ്റും. അപ്പോൾ ക്രിമിനൽ കോടതി ട്രയൽ നടത്തിയില്ലെങ്കിൽ എന്തിനാണ് ഈ ഗ്രാമനായാല ആക്ട് നിങ്ങൾ പഠിക്കുന്നത്? നമ്മളിപ്പോൾ എന്ത് പഠിക്കുമ്പോഴൊരു പ്രസക്തി വേണം. നമുക്ക് എന്തിനാണ് ഈ ഗ്രാമനായാല ആക്ട്? ഈ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്കും പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? അത് ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സിലബസിൽ പലതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രാമനായാലയിൽ ഈ ക്രിമിനൽ മാറ്റേഴ്സ് കേൾക്കുമ്പോൾ അവിടെ APPയുടെ സഹായം വേണ്ടേ? ചിന്തിച്ചേ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പവർ കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കോഗ്നൈസൻസ് എടുക്കാം, ട്രയൽ നടത്താം. അവിടെ ആര് വേണം? സർക്കാരിൻ്റെ വക്കീൽ വേണം. അതാണ് നമ്മൾ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ആവശ്യം അവിടെ ഉള്ളത്. അല്ലാതെ ആ കോടതി റൺ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പർപ്പസിലാണ് നമുക്ക് ഈ ആക്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ടേക്ക് കോഗ്നൈസൻസ്, കണ്ടക്ട് ട്രയൽസ്, അല്ലേ? ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് എവിഡൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പാസ് ജഡ്ജ്മെൻറ്റ്സ്. എന്താണ് ഈ ഗ്രാമനായാലയുടെ ക്രിമിനൽ പവർ എന്നുള്ളതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇമ്പോസ് സെൻറ്റൻസസ് വിത്തിൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്സ്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിനുള്ളിലുള്ള എന്ത് ചെയ്യാം? സെൻറ്റൻസിങ് പവർ നടത്താം. ദസ് ദ കോർട്ട് പോസസസ് സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ. ഇതിനൊരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ക്രിമിനൽ പ്രൊസീജിയർ ബിഫോർ ഗ്രാമനായാല. എന്താണ് ഒരു ഗ്രാമനായാലയുടെ മുമ്പാകെയുള്ള ക്രിമിനൽ പ്രൊസീജിയർ? ദ ആക്ട് എംബസൈസസ് സിംപ്ലിസിറ്റി ആൻഡ് സ്പീഡ്. അതായത് നമുക്കൊരു സ്പീഡി ആയിട്ടുള്ള ഡിസ്പോസലാണ് ആവശ്യം. നമുക്ക് കുറേ വർഷം ഒരു കേസ് ഒരിടത്ത് കിടന്ന് എപ്പോഴെങ്കിലും തീരുമാനമായാൽ മതി എന്നുള്ളൊരവസ്ഥയല്ല. The act emphasizes simplicity and speed. The court is encouraged to adopt summary procedures where legally permissible. നമുക്കിവിടെ കോടതിയിൽ ഒരു സമ്മറി പ്രൊസീജിയറാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതൊരു ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള സമ്മറി പ്രൊസീജിയറിൻ്റെ അറിയാലോ, ഇത്ര മാക്സിമം അതിന് ഇംപ്രിസൺമെൻറ്റ് 3 മാസം മറ്റേ കിട്ടുള്ളൂ. കുറച്ച് ഇതുള്ളതിനാണ് സമ്മറി പ്രൊസീജിയർ ചെയ്യുന്നത്. അൺനെസസറി പ്രൊസീജിയറൽ ടെക്നിക്കാലിറ്റീസ് ആർ ഡിസ്കറേജ്ഡ്. അതായത് ഇപ്പോൾ ആവശ്യമില്ലാതുള്ള കുറേ അഡ്ജേൺമെൻറ്റുകൾ, ആവശ്യമില്ലാതുള്ള കുറേ പ്രൊസീജിയർ, ഇതിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു എൻഷുർ എഫിഷ്യൻറ്റ് ഡിസ്പോസൽ വിത്തൗട്ട് കോംപ്രമൈസിങ് ഫെയർനെസ്. അതായത് ഫെയർനെസ്സിനെ കോംപ്രമൈസ് ചെയ്യാതെ എന്ത് ചെയ്യുക? എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കേസ് ഡിസ്പോസൽ നടത്തുക. ഹൗ ഓവർ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് റിമൈൻ ഫുള്ളി ആപ്ലിക്കബിൾ. എന്താണ് ഈ നാച്ചുറൽ ജസ്റ്റിസ്? ഓഡിയാൾട്രം പാർട്ടം, പിന്നെ റൂൾ അഗെയിൻസ്റ്റ് ബയാസ്, റേഷ്യോ ഡെസിഡൻറ്റി, ഇതെല്ലാം ഉണ്ടാവണം, അല്ലേ? നമ്മളിപ്പോൾ രണ്ട് സൈഡും കേട്ടിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഒരു ബയാസിനെതിരെയായിട്ട് വേണം ഒരു തീരുമാനം ഉണ്ടാവാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ഒരു റേഷ്യോ ഡെസിഡൻറ്റി ആൻഡ് റീസൺ ഫോർ ദി ഡിസിഷൻ ഉണ്ടാവണം. ഓക്കെ ആണേ? ഇനി നമുക്ക് സിവിൽ ജൂറിസ്ഡിക്ഷനിലോട്ട് പോവാം. ദ ആക്ട് ഓൾസോ ഗ്രാൻസ് ജൂറിസ്ഡിക്ഷൻ ഓവർ സ്പെസിഫൈഡ് സിവിൽ ഡിസ്പ്യൂട്ട്സ് ലിസ്റ്റഡ് ഇൻ ദി സെക്കൻഡ് സ്കെഡ്യൂൾ. അതായത് ഈ ആക്ടിൽ പറയുന്നതിന് പ്രകാരം ജൂറിസ്ഡിക്ഷൻ സ്പെസിഫൈഡ് ആയിട്ടുള്ള സിവിൽ ഡിസ്പ്യൂട്ടുകളെ
എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സ്കെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂൾ എന്താണ്, നമ്മൾ ഈ ഒരു ക്രിമിനൽ മാറ്റേഴ്സാണ്. സെക്കൻഡ് സ്കെഡ്യൂൾ നമ്മൾ സിവിൽ മാറ്റേഴ്സാണ്. ദിസ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടി. അതായത് ഈ സിവിൽ മാറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോപ്പർട്ടിയാണ്. അഗ്രികൾച്ചറൽ ലാൻഡ്, ഈസ്മെൻറ്റ് അല്ലേ, ഈസ്മെൻറ്റ് നമുക്ക് ഡോമിനൻ്റ് ഹെറിറ്റേജും സെർവിയൻ ഹെറിറ്റേജും ഇപ്പോൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈസ്മെൻറ്റ് ആക്ട് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നെ സിലബസ് മുഴുവനായിട്ടും ഏതൊക്കെ ആക്ടുകൾ ഞാൻ പഠിപ്പിക്കുന്ന ഈ 8ാമത്തെ മൊഡ്യൂളിൽ എന്തായാലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ പല അറിയാം, ഈ ഈസ്മെൻ്റ് ആക്ട് നിങ്ങൾ കേട്ടിട്ടുള്ള അതിനകത്ത് അതൊന്നും നമുക്കിപ്പോൾ ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. വാട്ടർ റൈറ്റ്സ് അല്ലേ, പിന്നെ മണി ക്ലെയിംസ്, ഇപ്പോൾ മണി സ്യൂട്ട് ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ലോക്കൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. ദ ഐഡിയ ഈസ് ടു റിസോൾവ് കോമൺ റൂറൽ ഡിസ്പ്യൂട്ട്സ് ക്വിക്ക്ലി ആൻഡ് ലോക്കലി. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് റൂറൽ ഡിസ്പ്യൂട്ട് വളരെ സ്പീഡി ആയിട്ട് തീർക്കുക കേട്ടോ. ഇതൊരു വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ഡിസിഷൻ ഉണ്ടാക്കുക. ഓക്കെ, ഇനി കൺസിലിയേഷൻ ഇൻ സിവിൽ കേസസ്. എ യൂണിക് ഫീച്ചർ ഓഫ് ദ ആക്ട് ഇറ്റ്സ് എംഫസൈസ് ഓൺ കൺസീലിയേഷൻ. അതായത് ഒരു കൺസീലിയേഷൻ നടപടി രണ്ട് പേരിടുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ആക്ട് തന്നെ പറയുകയാണ്. ബിഫോർ പ്രൊസീഡിങ് വിത്ത് ഫോർമൽ അഡ്ജുഡിക്കേഷൻ, നമ്മളിപ്പോൾ ഒരു ഫോർമലായിട്ടുള്ള ഒരു അഡ്ജുഡിക്കേഷൻ, ഒരു നിയമ സംവിധാനത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ദ കോർട്ട് അറ്റംപ്റ്റ് സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. കോടതി എന്താ ചെയ്യുന്നത്, പാർട്ടീസ് തമ്മിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നോക്കും. ദിസ് റിഫ്ലക്ട്സ് ട്രഡീഷണൽ വില്ലേജ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ്. അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില്ലേജ് ഡിസ്പ്യൂട്ടിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തമ്മിലൊന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കും. എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിച്ച് തീർക്കാൻ പറ്റുമെന്ന് നോക്കും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് മിയർലി ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബട്ട് ടു റീസ്റ്റോർ സോഷ്യൽ ഹാർമണി. അതായത് നമ്മളിപ്പോൾ ഒരു കേസ്, ഇപ്പം നമ്മളൊരു മർഡർ കേസ് അല്ലെ, മർഡർ വിട്, നിങ്ങളിപ്പോൾ വേറൊരു ഓഫൻസ് എന്തെങ്കിലും വിചാരിക്കുക, അത് കേസായി, രണ്ട് പാർട്ടീസ് തമ്മിൽ നമ്മൾ കോടതി നടപടി ഒന്നും വേണ്ട, നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഒരു DV ഫയൽ ചെയ്തെന്ന് വിചാരിക്കുക. ഒരു സിമ്പിൾ റീസണിങ് ഞാൻ പറയുകയാണ്. ഒരു DV ഫയൽ ചെയ്തു, ഒരു MC ഫയൽ ചെയ്തു അല്ലേ, നമ്മളൊരു MC ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. MC ആണ് അതിൻ്റെ മാറ്റർ. ഈ DVയിൽ ഈ കേസ് കോടതിയിൽ 2-3 തവണ വിളിക്കും. എന്തിന്, ആ ഡ്രാഫ്റ്റ് എടുത്തെന്ന് കാണുമ്പോൾ തന്നെ ഈ പാർട്ടികൾ തമ്മിൽ തെറ്റിപ്പിരിയും അല്ലേ. അത് നിങ്ങൾക്ക് വക്കീലന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അതെന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവും. അത് പിന്നെ ആ ഒരു സോഷ്യൽ ഹാർമണി അവർ തമ്മിലുള്ള ഒരു ഈ ഒരു എന്താണ് DV എന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഇങ്ങനെയാണല്ലോ DV പോകുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ പോകുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു കുടുംബ ഐക്യം പിന്നെ അവർ തമ്മിൽ നിലനിൽക്കുമോ? ഇല്ല. കാരണം അത് സ്വാഭാവികമായിട്ടും അത് തകർച്ചയിലേക്ക് പോകും. അപ്പോൾ ഇതിനെ ഒഴിവാക്കാനാണ് നമ്മൾ ഇവരെ തമ്മിൽ സെറ്റിൽമെൻറ്റ്, അവർ തമ്മിൽ ഒന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യുക, കൺസിലിയേഷൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. ദിസ് റിഫ്ലക്ട്സ് ട്രഡീഷണൽ വില്ലേജ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ്. ദ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് മിയർലി ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ്. നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഡിസിഷൻ എടുത്ത് വിടുക എന്നുള്ളതല്ല, ബട്ട് ടു റീസ്റ്റോർ സോഷ്യൽ ഹാർമണിയെ റീസ്റ്റോർ ചെയ്യുക. കൺസിലിയേഷൻ ഈസ് പർട്ടിക്കുലർലി important in villages where parties often continue to live within the same community after litigation. അതായത് നമ്മളിപ്പം ഒരു കൺസിലിയേഷൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടും ഈ പാർട്ടീസ് തമ്മിലുള്ള ഈ ബന്ധം നല്ല രീതിയിൽ തുടർന്ന് പോകുന്നതിനായിട്ട് സഹായിക്കും. മനസ്സിലായോ? അതായത് അടിച്ചു പിരിയുന്ന പരിപാടിയിലേക്ക് പോകത്തില്ല. ഓക്കെ. Appointment of conciliators. The Act permits appointment of conciliators for assisting settlement. ഇവിടെ ഒരു കൺസീലിയേറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മീഡിയേറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പോലെ കൺസീലിയേറ്റേഴ്സ് ഇവർ തമ്മിൽ സെറ്റിൽമെൻറ്റ് ആവാനായിട്ട് ശ്രമിക്കും. ദീസ് കൺസീലിയേറ്റേഴ്സ് ഹെൽപ്പ് പാർട്ടീസ് റീച്ച് മ്യൂച്വലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ്. അതായത് തമ്മിലൊരു പരസ്പര ബോണ്ടിങ്, ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് എന്തുണ്ടാവും, ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. ദെയർ റോൾ ഈസ് നോട്ട് ജുഡീഷ്യൽ ബട്ട് ഫെസിലിറ്റേറ്റീവ്. അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരിക്കലും ജുഡീഷ്യൽ മാത്രമല്ല, പക്ഷേ ഫെസിലിറ്റേറ്റീവാണ്. അതായത് അവരൊരു സഹായികളായിട്ട് നിന്നുകൊണ്ട് അവരെ തമ്മിലൊരു ബന്ധത്തിലൂടെ അത് പുനഃസ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദ മെക്കാനിസം സീക്ക് ടു റെഡ്യൂസ് അഡ്വൈസറിയൽ കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ഹാർമണി. അതായത് നമ്മളിപ്പം രണ്ട് നാട്ടിലുള്ള 2 വ്യക്തികൾ, അവർ പിന്നെ മുഖത്ത് നോക്കേണ്ട ആൾക്കാരാണ്, അവരെ തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോവുക, അവരെ തമ്മിൽ തല്ലിപ്പിരിക്കാൻ പാടില്ല. ഈ ഒരു കൺസെപ്റ്റിലേക്കാണ് ഈ ഒരു ആക്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കോർ ഐഡിയ കിട്ടിയല്ലോ. ഇനി പ്രൊസീജിയറൽ ഫ്ലെക്സിബിലിറ്റി. ദ ആക്ട് അലൗസ് ഗ്രേറ്റർ പ്രൊസീജിയറൽ ഫ്ലെക്സിബിലിറ്റി കമ്പയർഡ് ടു ഓർഡിനറി കോർട്ട്സ്. നമ്മളിപ്പോൾ ഇത് സാധാരണ ഒരു കോടതികളിൽ നിന്നും കുറച്ചും കൂടെ പ്രൊസീജിയർ ഫ്ലെക്സിബിൾ ആണ്.
ടെക്നിക്കൽ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്സ് ആർ മിനിമൈസ്ഡ് അല്ലേ. പിന്നെ ദ ഫോക്കസ് റിമൈൻസ് ഓൺ സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ് റാദർ ദാൻ പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി. ഒരു സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ് ആണ് വേണ്ടുന്നത്, ഒരു പ്രൊസീജിയറൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി അല്ല നമുക്ക് ആവശ്യം. നമ്മളിപ്പം കുറേ തമ്മിൽ തടസ്സം ഉണ്ടാക്കി, കുറേ അതങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല, ഇതിൻ്റെ നടപടികളെ ഒന്ന് വൈകിപ്പിച്ച് ഒന്ന് ഡിലേഡ് ആക്കി ഈ ഒരു അവസ്ഥയിലേക്കല്ല ഇത് കൊണ്ടെത്തിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ബേർഡൻ കൊടുത്ത് ഇന്ന നടപടിയുണ്ട്, ഇന്ന പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോകാൻ പറ്റൂ, ഈ ഒരു അവസ്ഥയിൽ നിന്നല്ലാതെ നമ്മൾ ഇവരെ ഒന്ന് അനുരഞ്ജിപ്പിച്ച് കൊണ്ടുപോവുക. However, flexibility does not mean arbitrariness. അതായത് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഒരാൾക്ക് ഗുണമുള്ള കാര്യം ചെയ്തിട്ട് മറ്റൊരാളെ മോശമാക്കുക എന്നുള്ളൊരവസ്ഥയല്ല കേട്ടോ. നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ആർബിട്രറിനെസ് അല്ല. അതായത് എന്തെങ്കിലും ഒരു ഒരു റെഡ് ടേപ്പിസം പോലെ എന്തെങ്കിലും ഒരു സാധനം ഇടുന്നതിനെ അല്ല നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു അല്ലെങ്കിൽ നമുക്കൊരു ഐക്യകണ്ഠപരമായിട്ട് തീരുമാനം എടുക്കാത്ത ഒരു ഏകീകരണമില്ലാത്ത അവസ്ഥയല്ല നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആർബിട്രറിനെസ് എന്ന് ഒരിക്കലും മീൻ ചെയ്യുന്നില്ല. ഓക്കെ, ദ കോർട്ട് മസ്റ്റ് സ്റ്റിൽ ഫോളോ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ഡ്യൂ പ്രോസസ്. ഇത് കോടതി മസ്റ്റായിട്ടും എന്ത് ഫോളോ ചെയ്തിരിക്കണം? പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ഡ്യൂ പ്രോസസ്. ഒരു ഫെയർനെസ്സും ഒരു ഡ്യൂ പ്രോസസ്സും ഒക്കെ അല്ലേ, ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഒക്കെ ഇവിടെ നോക്കിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എവിഡൻസ് ബിഫോർ ഗ്രാമനായലേഴ്സ്. എങ്ങനെയാണ് ഈ ഗ്രാമനായലയുടെ മുമ്പാകെയുള്ള എവിഡൻസ്? ദ കോർട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എക്സംപ്റ്റ് ഫ്രം എവിഡൻഷ്യറി പ്രിൻസിപ്പിൾസ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു എവിഡൻസ് വേണ്ട എന്നുള്ളൊരു നടപടിയല്ല ഉദ്ദേശിക്കുന്നത്. ഹൗ അവർ പ്രൊസീഡിങ്സ് ആർ ഡിസൈൻ ടു ബി ലെസ് ഫോർമൽ. കുറച്ച് എവിഡൻസ് ആക്ടിൻ്റെ പ്രസക്തി പൂർണ്ണമായിട്ടും നിരാകരിച്ചിട്ടുമില്ല, എങ്കിൽ പൂർണ്ണമായിട്ടും എടുത്തിട്ടുമില്ല. മനസ്സിലായല്ലോ? ഹൗ അവർ പ്രൊസീഡിങ്സ് ആർ ഡിസൈൻ ടു ബി ലെസ് ഫോർമൽ. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു എൻഷുർ ദാറ്റ് പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി ഡസ് നോട്ട് ഒബ്സ്ട്രക്ട് ജസ്റ്റിസ്. അതായത് ഈ പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ജസ്റ്റിസിനെ ഒബ്സ്ട്രക്ട് ചെയ്യുക, തടയുക എന്നുള്ളത് അർത്ഥം ഇല്ല. This is particularly important in rural areas where litigants may lack legal sophistication. ഓക്കെ, ഇനി അപ്പീൽസ് ഫ്രം ഗ്രാമനായലേഴ്സ്. ഇതൊരു അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ്. ദ ആക്ട് പ്രൊവൈഡ്സ് അപ്പലേറ്റ് റെമഡീസ് അഗെയിൻസ്റ്റ് ഡിസിഷൻസ് ഓഫ്. നമ്മളിപ്പം ഗ്രാമനായലയെ കൊണ്ട് നമുക്കൊരു വിഷയം സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പീൽ പ്രിഫർ ചെയ്യാം. നമ്മളിപ്പം JFMCയിൽ നമുക്കൊരു നടപടി പൂർണ്ണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പീൽ പോകും. അതുപോലെ ദ ആക്ട് പ്രൊവൈഡ്സ് അപ്പലേറ്റ് റെമഡീസ് അഗെയിൻസ്റ്റ് ഡിസിഷൻസ് ഓഫ് ഗ്രാമനായലേഴ്സ്. ഇൻ ക്രിമിനൽ കേസസ് അപ്പീൽസ് ജനറലി ലൈ ടു ദി കോർട്ട് ഓഫ് സെഷൻ. ക്രിമിനൽ കേസിലാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സിവിൽ കേസും ക്രിമിനൽ കേസും ഗ്രാമനായലെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി സിവിൽ കേസിൽ ക്രിമിനൽ കേസിൽ നമ്മൾ അപ്പീൽ എങ്ങോട്ടാണ് പോകേണ്ടുന്നത്? നമ്മൾ കോർട്ട് ഓഫ് സെഷനിലോട്ടാണ് അപ്പീൽ പോകേണ്ടുന്നത്. ഇൻ സിവിൽ കേസ് ആണെങ്കിലോ അപ്പീൽസ് ജനറലി ലൈ ടു ദി ഡിസ്ട്രിക്ട് കോർട്ട്. അപ്പം ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജില്ലാ കോടതി ഉണ്ടല്ലോ, അവിടെ സെഷൻസ് കോടതിയിലേക്കാണ് എന്ത് പോവുക? നമ്മൾ ക്രിമിനൽ മാറ്റേഴ്സിലുള്ള അപ്പീൽ പോവുക. സിവിൽ മാറ്റേഴ്സിലുള്ള അപ്പീൽ എവിടെയാണ് പോവുക? ഡിസ്ട്രിക്ട് കോർട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ദ അപ്പലേറ്റ് സ്ട്രക്ചർ എൻഷുവേഴ്സ് ജുഡീഷ്യൽ സൂപ്പർവിഷൻ. അതായത് ഒരു കറക്ഷൻ ഓഫ് എറേഴ്സ്. അതായത് ഈ അപ്പലേറ്റ് സ്ട്രക്ചർ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ജുഡീഷ്യൽ സൂപ്പർവിഷനും അതിനോടൊപ്പം തന്നെ കറക്ഷൻ ഓഫ് എറേഴ്സ് കറക്ഷൻ ചെയ്യാനും ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ദ ഗ്രാമനായലേഴ്സ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി ബ്രോഡർ ജുഡീഷ്യൽ ഹൈറാർക്കി. നമ്മൾ ഒരു ജുഡീഷ്യൽ ഹൈറാർക്കി ഇവിടെ ഉണ്ട്. ടൈം ലിമിറ്റ്സ് ഫോർ അപ്പീൽ. ദ ആക്ട് പ്രിസ്ക്രൈബ്സ് റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഫോർ അവൈലിംഗ് അപ്പീൽ. അതായത് വലിയൊരു സമയം കൊടുക്കത്തില്ല. ദിസ് പ്രൊമോട്ട്സ് ഫൈനാലിറ്റി ആൻഡ് സ്പീഡി റെസൊല്യൂഷൻ. നമ്മളിപ്പം ഒരു ഫൈനാലിറ്റിയും സ്പീഡി റെസൊല്യൂഷനുമാണ് വേണ്ടത്. എന്തെങ്കിലും അപ്പീൽ തീരുമാനമായാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ദ ലെജിസ്ലേച്ചർ ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് പ്രൊലോങ്ഡ് ലിറ്റിഗേഷൻ ദാറ്റ് വുഡ് അണ്ടർമൈൻ ദ പർപ്പസ് ഓഫ് വില്ലേജ് കോർട്ട്. ഒരു പ്രൊലോങ്ഡ് ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ ബാധിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് ദി ആക്ട്. ദ ഗ്രാമനായലേഴ്സ് Act represents a major effort to democratize access to justice. അതായത് നമ്മൾ ഒരു നീതി നടപ്പിലാക്കുക. Its significance lies in decentralization of judicial service, reduction of litigation cost. നമുക്ക് litigation cost മാക്സിമം റെഡ്യൂസ് ചെയ്യുക. പ്രൊമോഷൻ ഓഫ് സ്പീഡ് ജസ്റ്റിസ്. നമ്മൾ സ്പീഡ് ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുക. സ്ട്രെങ്തനിങ് റൂറൽ ലീഗൽ എംപവർമെൻറ്റ്. അതായത് ഒരു ലീഗലായിട്ടുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ വേണ്ടേ, അത് ചെയ്യുക. പിന്നെ
റെഡ്യൂസിങ് ബേർഡൻ ഓൺ സബോർഡിനേറ്റ് കോർട്ട്. നമ്മളിപ്പോൾ സബോർഡിനേറ്റ് കോടതിയുടെ ബേർഡൻ കുറയ്ക്കുക. ദ ആക്ട് എംബോഡീസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ജസ്റ്റിസ് ഷുഡ് ബി അക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് എഫിഷ്യൻസി. ജസ്റ്റിസ് എപ്പോഴും അഫോർഡബിൾ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ അക്സസിബിൾ ആയിരിക്കണം. ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ. ഡെസ്പൈറ്റ് ദിസ് അംബിഷ്യസ് ഒബ്ജക്റ്റീവ്സ്, ഇംപ്ലിമെൻറ്റേഷൻ ഹാസ് ബീൻ അൺഇവൻ. മെനി സ്റ്റേറ്റ്സ് ഹാവ് ബീൻ റിലക്റ്റന്റ് ടു എസ്റ്റാബ്ലിഷ് ലാർജ് നമ്പേഴ്സ് ഓഫ് ഗ്രാമനാലയാസ്. പല സ്റ്റേറ്റുകളും ഇതൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട്. സെവറൽ ചാലഞ്ചസ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് അതിൻ്റെ ചാലഞ്ചസ്? ഇൻഎഡ്യൂക്കേറ്റ് ഫണ്ടിങ്, അല്ലേ? ഫണ്ടിങ്ങിൻ്റെ ഇൻഎഡ്യൂക്കേസി, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഗ്രാമനാലയം നമുക്കറിയാം, വക്കീലന്മാർക്കറിയാം എങ്ങനെയാണ്. അതിൻ്റെ ഒരു വലിയൊരു കോടതിയൊന്നും ആയിരിക്കില്ല. നമുക്കതിൻ്റെ കോടതിയും ഓഫീസും ഒക്കെ വളരെ ചെറുതായിരിക്കും. പിന്നെ ലിമിറ്റഡ് പബ്ലിക് അവയർനെസ്, പബ്ലിക്കിൻ്റെ അവയർനെസ് കുറവായിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ഫ്രം ലീഗൽ പ്രൊഫഷണൽസിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇനി കോൺസിക്വൻ്റ്ലി ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദി ആക്ട് remains unrealized. Judicial observation ഉണ്ട്. The Supreme Court has repeatedly emphasized the importance of strengthening grassroots justice delivery mechanism. നമ്മൾ സുപ്രീം കോടതി തന്നെ പല കേസുകളിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The court has observed that access to justice is a fundamental component of the rule of law. നമ്മൾ ലീഗൽ സ്പിരിറ്റ് ഓഫ് ദി ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസ്തിത്വം, അല്ലേ? റൂൾ ഓഫ് ലോ തന്നെ എന്താ പറയുന്നത്? ഇതൊരു ആക്സസ് ടു ജസ്റ്റിസ് വളരെ ഫണ്ടമെൻ്റൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. The effectiveness of Gramanayas therefore has direct implications for constitutional governance. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ടേഴ്സ് ആർഗ്യൂസ് ദാറ്റ് ഗ്രാമനാലയാസ്, നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് പറയും? അത് ആക്സസ് ടു ജസ്റ്റിസ് പറയും, റെഡ്യൂസ് ഡിലേസ് പറയും, എംപവർ റൂറൽ സിറ്റിസൺ പറയും, പ്രൊമോട്ട് സെറ്റിൽമെൻറ്റ് പറയും. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വീക്കാണെന്ന് ഇത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയും. ജൂറിസ്ഡിക്ഷൻ ലിമിറ്റഡ് ആണെന്ന് പറയുന്നു. പബ്ലിക് അവയർനെസ് ഒരു ഇൻസഫിഷ്യൻ്റ് ആണ്, കാരണം പലർക്കും അറിയില്ല, ഗ്രാമനായാലും എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. നെവർത്തിലെസ് ദ ആക്ട് റിമൈൻസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേറ്റീവ് എക്സ്പെരിമെൻറ്റ് ഇൻ റൂറൽ ജസ്റ്റിസ് ഡെലിവറി. അതായത് എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും, ഇതൊരു റൂറൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണെന്ന്. ആർട്ടിക്കിൾ 39A ആയിട്ട് ഗ്രാമനായാലയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി മാനിഫെസ്റ്റേഷൻ ഓഫ് ആർട്ടിക്കിൾ 39A ആണ്. പിന്നെ ആർട്ടിക്കിൾ 39A എൻവിഷൻസ് ഈക്വൽ ആക്സസ് ടു ജസ്റ്റിസ് റിഗാർഡ്ലെസ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ്. കാരണം ഒരു സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടല്ല ഒരു നീതി നടപ്പാക്കേണ്ടത്. ബൈ ബ്രിങ്ങിങ് കോർട്സ് ക്ലോസർ ടു വില്ലേജസ്, അല്ലേ? നമ്മളിപ്പം ഒരു വില്ലേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ദ ആക്ട് അറ്റംപ്റ്റ്സ് ടു ട്രാൻസ്ഫോം ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ് ഇൻ ടു പ്രാക്ടിക്കൽ റിയാലിറ്റി. ഇതൊരു പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്കാണ് നീങ്ങുന്നത്. ദസ് ദ ലെജിസ്ലേഷൻ ഒക്യുപ്പൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് വിത്തിൻ ഇന്ത്യാസ് സോഷ്യൽ ജസ്റ്റിസ് ഫ്രെയിംവർക്ക്. ഇന്ത്യയുടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഫ്രെയിംവർക്കിൽ തന്നെ വളരെ വലിയൊരു പങ്ക് ഇത് വഹിക്കുന്നു. ഇതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ദ ഗ്രാമനാലയ ആക്ട് 2008 represents a significant attempt to decentralize judicial administration and make justice accessible to rural populations, അല്ലേ? റൂറൽ പോപ്പുലേഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നു. ബൈ എസ്റ്റാബ്ലിഷിംഗ് വില്ലേജ് കോർട്സ് വിത്ത് ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ. രണ്ടും ഉണ്ടെന്നുള്ളത് അറിയാം. ദ ആക്ട് സീക്സ് ടു റെഡ്യൂസ് കോസ്റ്റ്, അല്ലേ? ചെലവ് കുറയ്ക്കുന്നു. പിന്നെ എക്സ്പീഡിയേറ്റ് സ്ട്രെങ്തൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ ലീഗൽ സിസ്റ്റം. ഓൾദോ ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ് പെർസിസ്റ്റ്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ദ ആക്ട് റിമെയിൻസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റിയലൈസിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻ. നമ്മുടെ ഭരണഘടനയുടെ ഒരു ദൗത്യം എന്താണോ, ഈക്വൽ ആക്സസ് ടു ജസ്റ്റിസ് ആൻഡ് ഗ്രാസ് റൂട്ട് എംപവർമെൻറ്റ്. അതാണ് നമുക്ക് ഒരു എല്ലാവർക്കും തുല്യനീതി കൊടുക്കുക. ആർട്ടിക്കിൾ 39A. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഗ്രാമനായാലയ ആക്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ 8 ആദ്യത്തെ ഒരു ആക്ട് എന്ന് പറയുന്നത് ഗ്രാമനായാലയ ആക്റ്റാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.